ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 600. മാഡം, നിങ്ങൾ ഓക്കെ അല്ലേ? എന്താ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ പോലെ? നീലിമയുടെ പരിഭ്രമം നിറഞ്ഞ മുഖം കണ്ടിട്ടാണ് പ്രിയങ്ക ഇത് നീലിമയുടെ അടുത്ത് ചോദിച്ചത്. പക്ഷേ പ്രിയങ്കയുടെ ആ ഒരു ചോദ്യമൊന്നും കേൾക്കാതെ മറ്റെന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ് നീലിമ. നീലിമ മാഡം, പ്രിയങ്ക തോളിൽ തട്ടിക്കൊണ്ട് തന്നെ പിന്നീട് വിളിച്ചു. എന്താ പ്രിയങ്ക, നീ ഇപ്പോൾ എന്നോട് വല്ലതെന്തെങ്കിലും പറഞ്ഞോ? നീലിമ ഞെട്ടിത്തെറിച്ചുകൊണ്ടാണ് ചോദിച്ചത്. മാഡം, കാര്യമായിട്ടുള്ള എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീലിമയെ ഉറ്റുനോക്കിക്കൊണ്ടാണ് പ്രിയങ്ക ഈ ഒരു ചോദ്യം ചോദിച്ചത്. ഞാൻ സഞ്ജയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു പ്രിയങ്ക. അയാളൊരു കൂസലുമില്ലാതെ നമ്മുടെ കമ്പനിയെ ലക്ഷ്യം വെക്കുന്ന സ്ഥിതിക്ക് ആ തീരുമാനത്തിന് മുന്നിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സഞ്ജയ് കൗശലക്കാരനായിട്ടുള്ള ഒരു ബിസിനസ്മാനാണ്. ഈ വിഷയത്തിൽ അയാൾക്ക് എന്തോ വ്യക്തി താല്പര്യമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാണാത്ത വേറെ എന്തെങ്കിലും ഉണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീലിമ ടെൻഷൻ അടിച്ചുകൊണ്ടാണ് പ്രിയങ്കയോട് ഇത് പറയുന്നത്. ലാവണ്യെ സ്റ്റാർഡം മീഡിയയുടെ CEO ആക്കുക എന്നുള്ളതാണ് സഞ്ജയുടെ ലക്ഷ്യം എന്നുള്ളത് ഇവർക്ക് ഒരു സൂചനയും ഏത് ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നില്ല. മാഡം പറഞ്ഞത് ശരിയാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. സഞ്ജയ്ക്കൊപ്പം ലാവണ്യെ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം എൻ്റെ മൈൻഡിൽ ഓടിയത് തന്നെ. ഇതൊക്കെ പറയുമ്പോൾ പ്രിയങ്കയുടെ മുഖത്ത് ലാവണ്യോടുള്ള വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. അവളുടെ വാക്കുകൾ ശരിവെക്കും പോലെ തന്നെ നീലിമയും തലയാട്ടാണ്. ഞാനും ഇതൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത്. ഇനി ലാവണ്യ തന്നെയായിരിക്കും സഞ്ജയ് ഈ കാര്യത്തിന് പിന്നിൽ നല്ലതുപോലെ തന്നെ അവനെ പുഷ് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ സഞ്ജയെ കൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് മിക്കവാറും ലാവണ്യ തന്നെയായിരിക്കും. നീലിമയും പ്രിയങ്കയോട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ കാര്യം സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ കയ്യിലില്ലല്ലോ. തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. എന്തായാലും ലാവണ്യ മാഡത്തിനോട് വലിയ ശത്രുതയുണ്ടല്ലോ. അതുമാത്രമല്ല, മാഡം ഈ കമ്പനിയുടെ CEO ആയതുകൊണ്ട് തന്നെ സ്റ്റാർഡം മീഡിയയ്ക്ക് എന്ത് പ്രശ്നം വന്നാലും മാഡത്തിൻ്റെ തലയിൽ മാത്രമല്ലേ അത് വീഴത്തുള്ളൂ. അതുകൊണ്ട് മാഡത്തെ തകർക്കാൻ ലാവണ്യ തന്നെയായിരിക്കും സഞ്ജയ് കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. പ്രിയങ്ക എല്ലാ വശവും ചിന്തിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ലാവണ്യക്ക് സഞ്ജയിൽ ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനും മറ്റുമുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഇത്രയും സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ എന്നെ വിഷമിപ്പിക്കുന്ന കാര്യം സഞ്ജയ് വിവാഹിതനാണ് എന്നുള്ളതാണ്. സഞ്ജയുമായിട്ട് രഹസ്യബന്ധം ലാവണ്യക്കുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ അയാൾ ചതിക്കുകയാണല്ലേ? നീലിമ പറഞ്ഞു. പക്ഷേ സഞ്ജയുടെ ഭാര്യ സീത, അവൾ ഒരു പാവമാണ്. ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എങ്ങനെ സഹിക്കും? സീതയ്ക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിവുമുണ്ടോ എന്നുള്ളത് എന്നെ ഇപ്പോൾ ആശങ്കയിലാഴ്ത്തുക തന്നെയാണ്. മാഡം, നിങ്ങൾ സംശയിക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സഞ്ജയ് അവളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്, പ്രിയങ്ക പറഞ്ഞു. നമ്മൾ വെറുതെ ഊഹാപോഹങ്ങളൊന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലല്ലോ. എന്തിനും നമുക്ക് വേണ്ടത് തെളിവാണ്. തെളിവുകൾ കിട്ടാത്തിടത്തോളം കാലം ഇതെല്ലാം നമ്മുടെ സംശയങ്ങൾ മാത്രമായിട്ട് തന്നെ തുടരുമല്ലോ. ഇതൊക്കെ സത്യമാണെന്ന് സ്വീകരിക്കാൻ നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ ആവശ്യമാണ്. അല്ലാതെ എടുത്തു ചാടി ഇങ്ങനൊരു തീരുമാനങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൽ വലിയ മണ്ടത്തരം തന്നെയായിരിക്കും. ഇതിനൊരു പരിഹാരം എങ്ങനെ കണ്ടെത്തുമെന്നൊക്കെ ആലോചിച്ച് നീലിമ ആകെ വിഷമത്തിലാണ്. കാരണം അവൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടുന്ന് തുടങ്ങണം എന്നൊന്നും അതിനെ അറിയില്ലായിരുന്നു. ലാവണ്യവുമായി സഞ്ജനയ്ക്കുള്ള ബന്ധത്തെപ്പറ്റി നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടത് തന്നെയുണ്ട്. അയാളുടെ നീക്കങ്ങളെ ട്രാക്ക് ചെയ്താൽ മാത്രമാണ് സഞ്ജയ് ലക്ഷ്യമിടുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, പ്രിയങ്ക പറഞ്ഞു. അതേ എന്ന അർത്ഥത്തിൽ നീലിമ തലയാട്ടുകയും ചെയ്തു. ഇന്നലെ രാത്രി ഈ കാര്യം ഞാൻ സിദ്ധാർത്ഥുമായിട്ട് സംസാരിച്ചിരുന്നു പ്രിയങ്ക. സിദ്ധും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഉടനെ തന്നെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ആശങ്ക മറച്ചു വെച്ചുകൊണ്ട് നീലിമ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് നീലിമയോട് പറയുന്നത്. വൈകുന്നേരം നീലിമ വീട്ടിലേക്ക് എത്തുമ്പോൾ സിദ്ധാർത്ഥ് എത്തിച്ചേർന്നിരുന്നു. തലേ ദിവസത്തെ പോലെ തന്നെ സ്വീകരണ മുറിയിൽ അവളുടെ വരവും കാത്ത് സിദ്ധാർത്ഥ് ഇരിക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് പറ്റിച്ചേർന്നു നീലിമ. ആ ദിവസം താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് സിദ്ധാർത്ഥിനെ കണ്ടതുകൊണ്ട് തന്നെ അലിഞ്ഞങ്ങ് ഇല്ലാതാവുന്നത് പോലെയാണ് നീലിമയ്ക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. സിദ്ധു, സഞ്ജയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അലക്സിൻ്റെ അന്വേഷണം ഏതുവരെയായി? അവൻ്റെ തോളിൽ മുഖം ചേർത്തു വെച്ചുകൊണ്ടാണ് നീലിമ ചോദിക്കുന്നത്. അലക്സ് കുറച്ച് കഴിഞ്ഞ് നമ്മളെ കാണാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ലാവണ്യെക്കുറിച്ച് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ടെന്നും പറഞ്ഞു. സിദ്ധാർത്ഥ് നീലിമയുടെ ശിരസിലൂടെ തലയോടിക്കൊണ്ടാണ് പറഞ്ഞത്. ലാവണ്യെക്കുറിച്ച് എന്ത് കാര്യമായിരിക്കും അലക്സിന് പറയാനുണ്ടാവുക? സിദ്ധാർത്ഥിനോട് അതിനെക്കുറിച്ച് അലക്സ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നീലിമ ആകാംക്ഷയോട് ചോദിച്ചു. അലക്സ് എന്നെ വിളിച്ചിരുന്നു. അവൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നാ പറഞ്ഞത്.
എല്ലാം ഇവിടെ വന്നിട്ട് വിശദമായിട്ട് പറയാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലൊന്നും അങ്ങോട്ടേക്ക് ചോദിച്ചില്ല. എന്തായാലും അവൻ വന്നിട്ട് കാര്യമറിയാലോ. സിദ്ധാർത്ഥ് അത് പറയുമ്പോഴേക്കും പുറത്ത് ഒരു വാഹനം വന്ന് നിൽക്കുന്ന ശബ്ദം രണ്ടുപേരും കേട്ടിരുന്നു. സിദ്ധു, അലക്സ് വന്നു എന്ന് തോന്നുന്നു. രണ്ടുപേരുടെയും ആ നോട്ടം വാതിലിനരികിലേക്ക് നീണ്ടു. അതേസമയം പ്രസന്നമായിട്ടുള്ള ഒരു മുഖത്തോടു കൂടിയാണ് ആ സ്വീകരണ മുറിയിലേക്ക് വന്നെത്തുകയാണ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് മാഡം. അലക്സ് ഇതുവരെയും വിഷ് ചെയ്തത് കൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് വരികയാണ്. ഗുഡ് ഈവനിങ് അലക്സ്. നീ വരുന്ന കാര്യം നീലിമയോട് പറഞ്ഞിരുന്നതേയുള്ളൂ. സിദ്ധാർത്ഥ് എഴുന്നേറ്റ് നിന്ന് അവനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. വന്ന കാലിൽ തന്നെ നിൽക്കാതെ ഇരിക്കുക അലക്സ്. ചിരിയോടുകൂടി നീലിമ അവനോട് പറഞ്ഞു. ലാവണ്യെക്കുറിച്ച് എനിക്ക് പ്രധാനപ്പെട്ട ഒരു വിവരം കിട്ടിയിട്ടുണ്ട് സർ. അത് കയ്യോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അലക്സ് സോഫയിലേക്കൊന്ന് ആഞ്ഞിരുന്നു. എന്താണ് ലാവണ്യെക്കുറിച്ച് അലക്സ് അറിഞ്ഞത്? ആകാംക്ഷയോടുകൂടിയാണ് നീലിമ ചോദിക്കുന്നത്. സഞ്ജയ് സ്വന്തം ഭാര്യയും മക്കളെയും ഒക്കെ മറന്നുകൊണ്ട് തന്നെ ലാവണ്യയുടെ കൂടെ അവിഹിതമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവനെ അവൾ ലാവണ്യ ശരിക്കും അയാളെ മയക്കി വെച്ചിരിക്കുകയാണ്. സഞ്ജയുടെ പോക്ക് കണ്ടിട്ട് അവൻ ലാവണ്യയോടുള്ള ആത്മാർത്ഥ പ്രണയമാണെന്ന് തോന്നുന്നത്. പക്ഷേ അങ്ങനെയല്ല. അവളുടെ പ്ലാനുകൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രമേയുള്ള ഒരു ഉപകരണം മാത്രമാണ് സഞ്ജയ്. അതുകൊണ്ട് മാത്രമല്ല, അവനോട് മാത്രമല്ല അവൾക്ക് ബന്ധമുള്ളത്. യൂണിറ്റ് പ്രൊഡക്ഷനുമായിട്ട് സഹായിക്കുന്നവരുമായിട്ടൊക്കെ അന്താരാഷ്ട്ര എക്സിക്യൂട്ടീവുമായിട്ടൊക്കെ ലാവണ്യക്ക് വളരെയധികം അടുപ്പമുണ്ട്. അതിനുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അലക്സിൻ്റെ വാക്ക് കേട്ട് സിദ്ധാർത്ഥിൻ്റെ പുരികങ്ങളൊക്കെ ഒന്ന് ചുളിയാണ്. നീലിമയ്ക്ക് നേരെ ആശങ്കാകുലമായിട്ടുള്ളൊരു നോട്ടം അങ്ങ് കൈമാറി. എന്തിനായിരിക്കും ലാവണ്യ ഇങ്ങനെയൊക്കെ എക്സിക്യൂട്ടീവുമായിട്ടൊക്കെ ഇങ്ങനെ സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ടാവുക? നീലിമയാണ് അത് ചോദിച്ചത്. സഞ്ജയോട് വിശ്വാസവഞ്ചന കാണിക്കുന്നുണ്ട് എന്നുള്ളതിന് വേറെ തെളിവുകളൊന്നും വേണ്ട. പക്ഷേ എക്സിക്യൂട്ടീവുമായിട്ടുള്ള ഈ ഒരു അടുപ്പത്തിൽ ചില സംശയങ്ങളൊക്കെയുണ്ട്. പ്രഗത്ഭരായിട്ടുള്ള ആളുമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ലാവണ്യ ഒരേ സമയം ഇങ്ങനെ അടുപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തോ വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ലാവണ്യ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ആളുകളെ മാത്രമാണ് ലാവണ്യ അവളുടെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയാൽ ഞാൻ സാറിനെയും മാഡത്തെയും അറിയിക്കാം, അലക്സ് ഇരുവരെയും നോക്കി പറഞ്ഞു. പക്ഷേ അലക്സ്, നമുക്കധികം മുന്നിൽ അധികം സമയമൊന്നുമില്ല. സ്റ്റാർഡം മീഡിയയ്ക്ക് നേരെ സഞ്ജയ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ തന്നെ പ്രതിരോധം നമ്മൾ തീർക്കേണ്ടതുണ്ട്, സിദ്ധാർത്ഥ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. നമുക്ക് സഞ്ജയ് ഒന്ന് ഭീഷണിപ്പെടുത്തിയാലോ? അലക്സ് നീലിമയോടും സിദ്ധുവിനോടുമായിട്ട് ചോദിച്ചു. നീലിമയാണ് പല കാര്യങ്ങളും അലക്സിനോട് ചോദിക്കുന്നത്. സഞ്ജയ്ക്ക് ലാവണ്യമായിട്ടുള്ള ഒരു റിലേഷൻ, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഈ ഒരു റിലേഷൻ സഞ്ജയുടെ ഭാര്യയ്ക്കറിയാമോ? സഞ്ജയ് ഇത് ചോദിച്ചാൽ നമ്മളോട് പറയോ? ലാവണ്യവുമായിട്ടുള്ള ബന്ധം നമ്മൾ അവൻ്റെ ഭാര്യ അറിയിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ഭീഷണിപ്പെടുത്തിയാലോ? അലക്സ് പറഞ്ഞു. സിദ്ധാർത്ഥും നീലിമയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഏതു വിധേനയും സ്റ്റാർഡം മീഡിയയെ സംരക്ഷിക്കാനുള്ള കാര്യത്തിലാണ് നീലിമയും സിദ്ധാർത്ഥും നോക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അലക്സ് പറയുന്ന ഈ ഒരു കാര്യം നല്ല ഐഡിയ തന്നെയാണ്. പക്ഷേ അലക്സ് പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് അവർക്ക് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്റ്റാർഡം മീഡിയയെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ നീ പറഞ്ഞത് നല്ലൊരു ഐഡിയ തന്നെയാണ്. പക്ഷേ അത് കുറച്ച് ചീപ്പായ രീതിയിലായില്ലേ? സഞ്ജയുമായിട്ടുള്ള ഈ ഒരു ഏറ്റുമുട്ടൽ നേരായ മാർഗത്തിൽ തന്നെ അവനെ എതിർക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവൻ്റെ അവിഹിത ബന്ധം ഭാര്യ അറിയിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ചീപ്പ് പരിപാടിയായിട്ട് അങ്ങനെ പോവണോ? അത്തരം നിലവാരമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചേരുന്നതാണോ അലക്സ്? ഞാനും സഞ്ജയും തമ്മിൽ യാതൊരുവിധ വ്യത്യാസമില്ലാതായി മാറില്ലേ ഇത്രയും വൃത്തികെട്ട കളിയിലൂടെയാവുമ്പോൾ? ഇത്തരം വൃത്തികെട്ട കളികളിലൂടെ അവൻ്റെ ഭാര്യയോട് നമ്മൾ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. സിദ്ധാർത്ഥ് നീലിമയെ നോക്കി. അലക്സിനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സിദ്ധു പറയാണ്, എൻ്റെ അഭിപ്രായം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാമെന്നാണ്. സിദ്ധാർത്ഥിൻ്റെ അഭിപ്രായത്തെ നീലിമ അനുകൂലിച്ചു. അലക്സിന് അവരുടെ നിലപാട് എന്താണെന്ന് മനസ്സിലായി. സിദ്ധാർത്ഥ്, നിങ്ങളുടെ തീരുമാനം ഞാൻ മാനിക്കുന്നു. എന്തായാലും ലാവണ്യ സഞ്ജയെ സ്വാധീനിക്കുകയും നമുക്കെതിരെ അവനെക്കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന സമയത്തന്നെ മറ്റാളുകളുടെ കൂടെ അവൾ നടക്കുന്നത് സഞ്ജയ് അറിഞ്ഞിരിക്കേണ്ടേ? ലാവണ്യയുടെ സ്വഭാവം അവൻ മനസ്സിലാക്കിയാൽ നമുക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അലക്സ് അവൻ അഭിപ്രായം രണ്ടുപേരെയും അറിയിച്ചു. അലക്സ് പറഞ്ഞത് ശരിയാണ്. അവളുടെ ഈ ഒരു സീക്രറ്റ് സഞ്ജയ്ക്ക് നേരെ എതിരിടാനുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ലാവണ്യ അവൻ്റെ കാര്യത്തിൽ അമിതമായി ഇടപെടുന്നുണ്ട് എന്നും അവൻ എല്ലാ രീതിയിലും അവൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും അവനെ അറിയിക്കാൻ നമ്മളൊരു വഴി കണ്ടെത്തണം. ലാവണ്യയുടെ യഥാർത്ഥ ദൃശ്യത്തെക്കുറിച്ച് അവൻ ബോധമുണ്ടായിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ അവളുടെ താളത്തിന് തുള്ളുന്ന വെറും ഒരു പാവയായി ഓരോന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടേയിരിക്കും. അവസാനം അവനെക്കൊണ്ടുള്ള കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ലാവണ്യ പൊടിയും തട്ടി പോവുകയും ചെയ്യും. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് അലക്സ് തലയാട്ടി. എങ്കിൽ ശരി സർ, ഞാൻ ഇറങ്ങുന്നു. അന്വേഷണത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം.
മാഡത്തെയും സാറിനെയും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരോട് യാത്ര പറഞ്ഞതിന് ശേഷം അലക്സ് അവിടെ നിന്ന് പോയി. പിന്നീട് അലക്സ് പോയി കഴിഞ്ഞതിന് ശേഷം നീലിമ സിദ്ധാർത്ഥിനോടായിട്ട് ചില കാര്യങ്ങൾ പറയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാലോ? ലാവണ്യ ഒരു കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുള്ള ഈ സ്ഥിതിക്ക് നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്താലോ? നീലിമ ചോദിച്ചു. നമുക്ക് നേരിട്ട് സഞ്ജയോട് സംസാരിക്കേണ്ടതുണ്ട്. സിദ്ധുവിന് എന്തു തോന്നുന്നു? നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഇതിനേക്കാൾ നല്ലൊരു ആശയം എൻ്റെ മനസ്സിലുണ്ട് നീലിമ. ലാവണ്യ സഞ്ജയ് അവളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവനെ ഉപയോഗിക്കുകയാണ് എന്നുള്ളത് കയ്യോടെ പിടികൂടുക എന്നുള്ളത് കൂടുതൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ലാവണ്യയുടെ ഉദ്ദേശങ്ങൾ സഞ്ജയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടുക എന്നുള്ളത് മാത്രമല്ല, അവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴിയും ചിലപ്പോൾ തുറന്നേക്കാം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സിദ്ധു. പക്ഷേ ഈ ഒരു വിഷയം നമ്മൾ കുറച്ചുകൂടി തന്ത്രപരമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അലക്സ് പറഞ്ഞതുപോലെ സഞ്ജയുടെ ഭാര്യയെ സത്യങ്ങൾ അറിയിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല. പക്ഷേ സിദ്ധു പറഞ്ഞതുപോലെ ലാവണ്യയുടെ യഥാർത്ഥ ഉദ്ദേശം സഞ്ജയുടെ മുന്നിൽ തുറന്നു കാട്ടാനുള്ള ആ ഒരു അവസരം ഇങ്ങനെ നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടത്തേയുള്ളൂ. അത് പറയുമ്പോൾ നീലിമയുടെ കണ്ണുകൾ സന്തോഷത്താൽ മിഴിച്ചു നിന്നു. സ്റ്റാർഡം മീഡിയയെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ അലക്സിനെ സഹായിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്നു വരും. അതിനുള്ള സമയമായി. അത് നമ്മൾ വിചാരിച്ച വേഗത്തിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യും. ലാവണ്യ സഞ്ജയെ മുൻനിർത്തി നമുക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ അതൊക്കെ തടയണം. നാളെ തന്നെ ഈ കാര്യം ഞാൻ വിനോദിനോട് സംസാരിക്കാം. ചില പദ്ധതികളൊക്കെ ഞാനും എൻ്റെ മനസ്സിൽ നെയ്തു കൂട്ടിയിട്ടുണ്ട്, സിദ്ധാർത്ഥ നീലിമയോട് പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ വാക്കെല്ലാം കേട്ടപ്പോൾ നീലിമക്കും കുറച്ചൊക്കെ ആശ്വാസം തോന്നുകയാണ്. അത് കഴിഞ്ഞ് നീലിമ സിദ്ധാർത്ഥിൻ്റെ തോളിലേക്കൊന്ന് ചാഞ്ഞു കിടക്കുകയാണ്. സിദ്ധാർത്ഥ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്തു. സിദ്ധാർത്ഥിൻ്റെ ആലിംഗനത്തിൽ നീലിമ അലിഞ്ഞു ചേർന്നു. പിറ്റേ ദിവസം വിനോദുമായി തൻ്റെ ഓഫീസിൽ ലാവണ്യെക്കുറിച്ച് കാര്യങ്ങളും മറ്റും സിദ്ധാർത്ഥിനോട് സംസാരിക്കുകയാണ്. സംശയങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അലക്സ് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥ വിനോദുമായിട്ട് സംസാരിച്ചു. സിദ്ധാർത്ഥ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേട്ടുനിന്ന വിനോദ്, ഞാൻ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്റ്റാർഡം മീറ്റ് ഏറ്റെടുക്കാൻ സഞ്ജയ് നിർബന്ധിതനാകുന്നത് അതിന് പിന്നിൽ ലാവണ്യാണ് എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും നമ്മുടെ കൈവശം അതിനെക്കുറിച്ച് തെളിവൊന്നുമില്ല. നമുക്ക് സത്യം കണ്ടെത്തേണ്ടതുണ്ട് വിനോദ്. ലാവണ്യയുടെ ഉദ്ദേശങ്ങളെല്ലാം തിരിച്ചറിയാൻ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തന്നെ പറ്റുകയുള്ളൂ. സിദ്ധാർത്ഥിൻ്റെ വാക്ക് കേട്ട് വിനോദ് തലയാട്ടി. ലാവണ്യയുടെ യഥാർത്ഥ ഉദ്ദേശം തുറന്നു കാട്ടുന്ന തെളിവുകൾ ശേഖരിച്ച് സഞ്ജയുടെ മുന്നിൽ തുറന്നു കാട്ടാൻ വിനോദും അതുപോലെ സിദ്ധാർത്ഥും ഒരുമിച്ച് പ്ലാൻ ചെയ്യാണ്. അങ്ങനെ അവർ രണ്ടുപേരും എന്തൊക്കെയോ പദ്ധതികളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും സംസാരിച്ച് ആവിഷ്കരിക്കുകയാണ്. അതുപോലെ തന്നെ അലക്സും വിനോദും കൂടെ ലാവണ്യെ നമ്മുടെ ആ ഒരു പ്ലാനിങ്ങിൽ വീഴ്ത്താൻ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. സിദ്ധാർത്ഥ ആത്മവിശ്വാസത്തോടുകൂടെ പറഞ്ഞു. അലക്സ് കൂടെയുള്ളത് കൊണ്ട് തന്നെ എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. എന്തായാലും നമ്മുടെ പദ്ധതികൾ അവനുമായിട്ട് ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ പദ്ധതി പ്രകാരം നമ്മുടെ ബിസിനസ്സിൽ ക്യാഷൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോടീശ്വരനായിട്ട് അലക്സ് ഒന്ന് അഭിനയിച്ചോളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാം, വിനോദ് ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞു. ലാവണ്യയുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സിദ്ധാർത്ഥും വിനോദും പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് കഴിഞ്ഞത്. ഇനി അത് നടപ്പിലാക്കുക മാത്രമേ മുന്നിലുള്ളൂ. ആ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളൂ. അതുപ്രകാരം അലക്സ് ജേക്കബ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആ ഒരു പണക്കാരനായിട്ട് ലാവണ്യക്ക് മുന്നിൽ എത്തുകയാണ്. അതുവഴി അവളുടെ വിശ്വാസം നേടിയെടുത്ത് ലാവണ്യയുടെ മനസ്സിലുള്ളതെല്ലാം തന്നെ ചൂഴ്ഞ്ഞെടുക്കുക എന്നതാണ് അവളുടെ ഉദ്ദേശം. വിനോദ് അപ്പോൾ തന്നെ അലക്സ് ജേക്കബിനെ വിളിച്ച് ഇവരുടെ പദ്ധതികളെല്ലാം തന്നെ അവനെ അറിയിച്ചു. അലക്സും ഉത്സാഹത്തോടു കൂടിയാണ് മുന്നോട്ട് വന്നത്. അങ്ങനെ ഇവരുടെ 3 പേരുടെയും പ്ലാന് പ്രകാരം ലാവണ്യക്ക് നേരെയുള്ള കരുനീക്കങ്ങൾ ഓരോന്നോരോന്നങ്ങ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് 600 അവസാനിക്കുന്നത്. ഇനി നെക്സ്റ്റ് എപ്പിസോഡ് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിന് മുൻപായിട്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവരുണ്ടെങ്കിൽ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് ഉടനെ വരാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉന്മേഷം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരാം. ബൈ.